നോമ്പുകാലം 5-ാം ഞായറാഴ്ച ആത്മീയ ധ്യാനം. 1. മരണത്തിൽ നിന്നുള്ള ജീവൻ, ലൈഫ് ഫ്രം ഡെത്ത്. 5-ാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനകൾ പലപ്പോഴും ലാസറിനെ ഉയിർപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഗോതമ്പ് മണി മണ്ണിൽ വീണ് അലിഞ്ഞില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും എന്ന ക്രിസ്തുവിന്റെ വചനമോ ആയിരിക്കും. ചിന്ത: പഴയ മനുഷ്യനെ, പാപങ്ങളെ മരിക്കാൻ വിട്ടാൽ മാത്രമേ പുതിയൊരു ആത്മീയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കൂ. നമ്മുടെ ജീവിതത്തിലെ കല്ലറകൾ പോലെ അടഞ്ഞുകിടക്കുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തുവരാൻ ക്രിസ്തു ഇന്ന് നമ്മെ വിളിക്കുന്നു. 2. ദൈവമഹത്വത്തിന്റെ വെളിപ്പെടുത്തൽ. ക്രിസ്തു തന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്താൻ തയ്യാറെടുക്കുന്ന സമയമാണിത്. സഹനം വെറുമൊരു വേദനയല്ല, മറിച്ച് അത് ലോകരക്ഷയ്ക്കുള്ള മാർഗമാണെന്ന് അവിടുന്ന് കാണിച്ചു തരുന്നു. ചിന്ത: നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും രോഗങ്ങളെയും ദൈവമഹത്വത്തിനുള്ള അവസരങ്ങളായി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 3. വിനയവും സമർപ്പണവും. കുരിശുമരണം അടുത്തു വരുമ്പോഴും പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വഴങ്ങുന്ന ഒരു ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. നോമ്പിന്റെ ഈ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകാൻ നാം പഠിക്കണം. ചിന്ത: എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാനുള്ള ആത്മീയ പക്വത നമുക്ക് ആർജിക്കാം. പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, നോമ്പുകാലത്തിന്റെ 5-ാം വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ശുഭദിനത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കഷ്ടാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും വലിയ ആഴ്ചയിലേക്ക് ഞങ്ങൾ അടുക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളിലെ തിന്മയുടെ സ്വാധീനങ്ങളെ മരിപ്പിക്കാനും അങ്ങയുടെ കൃപയാൽ പുതിയ ജീവൻ പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ലാസറിനെ ഉയർപ്പിച്ചതുപോലെ പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്ന ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന്റെ പ്രകാശത്തിലേക്ക് വിളിക്കണമേ. വരാനിരിക്കുന്ന വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ ഭക്തിയോടെ പങ്കുചേരാൻ ഞങ്ങളെ ഒരുക്കണമേ. വചനചിന്ത. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി മണ്ണിൽ വീണ് അലിഞ്ഞില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അലിഞ്ഞു ചേർന്നാലോ അത് വലിയ ഫലം പുറപ്പെടുവിക്കും. ആമേൻ.